ബിഗ് ബോസ് എന്ന് പറയുന്നത് പ്രവചനാതീതമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് നടന്നിട്ടുള്ള ടാസ്ക്. നിങ്ങൾ തന്നെ ഒന്ന് ഓർത്ത് നോക്കിയേ, 6 മത്സരാർത്ഥികൾ നോമിനേറ്റഡ് ആവുന്നു. 6 പേർക്കും അവർക്ക് സ്വന്തമായി മത്സരിക്കാൻ സാധിക്കുന്നില്ല, മറ്റുള്ള മത്സരാർത്ഥിയുടെ സഹായത്തോടെ അവർ കയറി വരുന്നു. അത് തന്നെ താഴെക്കിടയിൽ നിൽക്കുന്ന മത്സരാർത്ഥികൾക്ക് നല്ല രീതിയിൽ തന്നെ പ്രഷർ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു രീതിയിൽ തന്നെ ബിഗ് ബോസ് കൊണ്ടുപോകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നിൽക്കുന്ന സമയത്താണ് സഡൻ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ബിഗ് ബോസിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. നിങ്ങൾക്ക് സ്വന്തമായി ഇനി ഗെയിം കളിക്കാം, ഈ ഒരു ഗെയിമിൽ വലിയ രീതിയിൽ തന്നെയുള്ളൊരു മാറ്റം കൊണ്ടുവരും എന്നുള്ള കാര്യങ്ങൾ ബിഗ് ബോസ് പറയുന്നുണ്ട്. 6 മത്സരാർത്ഥികൾക്കും 6 ബൗളിൽ അവരുടേതായിട്ടുള്ള പോയിന്റ്സ് അവിടെ വെച്ചിരിക്കുന്നു. ദെൻ തൊട്ടപ്പുറത്തൊരു ബസറും വെച്ചിരിക്കുന്നു. 2 റൗണ്ട് ടാസ്ക്. ബസറിൽ ആദ്യം ആര് പോയി പ്രസ് ചെയ്യുന്നു അവർക്ക് 7 സെക്കൻഡ് കിട്ടും മറ്റുള്ള ഏത് വ്യക്തിയുടെ വേണമെങ്കിലും പോയിന്റ്സ് കരസ്ഥമാക്കാമെന്നുള്ളത്. 2 റൗണ്ടും വളരെയധികം തന്നെ ശക്തമായിട്ട് തന്നെയുള്ള അനീഷിൻ്റെ ഒരു ഇടപെടലാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഹൗസിലെ കണ്ടസ്റ്റൻസ് എല്ലാവരും തന്നെ ഞെട്ടിയിരിക്കുകയാണ്. അങ്ങനെ ആദ്യ ടാസ്കിൽ 9 പോയിന്റ്, രണ്ടാമത്തെ ടാസ്കിൽ വളരെ ബ്രില്യൻ്റ് ആയിട്ട് ബിഗ് ബോസിനോട് തന്നെ അനീഷ് ചോദിക്കുന്നുണ്ട്, രണ്ടാമത്തെ ഈ ഒരു ടാസ്ക് എനിക്ക് കളിക്കാതിരിക്കാൻ പറ്റുമോ എന്ന്. അപ്പോൾ ആ ഒരു സമയത്ത് ബിഗ് ബോസ് പറയുന്നു, ഇല്ല, നിങ്ങളത് കളിച്ചേ പറ്റുമെന്ന്. ആ ഒരു സമയത്ത് എല്ലാ പോയിന്റ്സും എടുക്കാതെ വെറും 2 പോയിന്റ്സ് മാത്രം എടുത്ത് ബ്രില്യൻ്റ് ആയിട്ട് വന്ന് ഒനിൽ സാബുവിനെ പുറത്താക്കിയിരിക്കുന്നു. ഇതിലും വലിയ ഗെയിം ഇനി വേറെ എന്ത് വേണം? സ്വന്തമായി കളിച്ച് സ്വന്തമായി വിജയിച്ചു, മറ്റൊരു വ്യക്തിയുടെ സഹായമില്ല. അതേപോലെ തന്നെ അനീഷിന് നല്ല കടപ്പാടുണ്ട് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനോട്, അതായത് അനീഷിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കണ്ടസ്റ്റൻസിനോട്. ചില മത്സരാർത്ഥികളൊക്കെ വന്ന് അനീഷിനോട് വന്ന് ഇങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ നിങ്ങളുടെ സഹായം വേണ്ട എന്നുള്ള രീതിയിൽ മാറ്റി നിർത്തുമെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും വലിയൊരു ടെസ്റ്റ് തന്നെയാണ് ലൈവിൽ നടന്നിട്ടുള്ളത്. നമ്മുടെ ഒനിലും അതേപോലെ തന്നെ ഷാരിയും തിരിച്ച് നല്ല ശക്തമായിട്ട് തന്നെ വരട്ടെ എന്ന് നമുക്ക് നോക്കാം. കാരണം കറക്റ്റായിട്ട് തന്നെ അവർക്ക് സ്ക്രീൻ പ്രസൻസ് കിട്ടിയില്ലെങ്കിൽ അവരുടെ ഇമേജും ഡിമാൻഡ് എല്ലാം താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അനീഷ് പോയി കഴിഞ്ഞാൽ എന്തായാലും അത് കുറഞ്ഞു പോയേനെ. എന്തായാലും നല്ലൊരു ടാസ്കിലൂടെ അനീഷിന് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്.